ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് പായസമാണ് കേട്ടോ. ക്യാരറ്റും സേമിയയും വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നെയ്യിൽ സേമിയ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം നെയ്യിൽ തന്നെ നമുക്ക് ക്യാരറ്റും പഞ്ചസാരയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇരുട്ടായതുകൊണ്ട് കണ്ടിട്ടില്ല. പിന്നെ അതിലേക്ക് നമുക്ക് പാലും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്ര മധുരമാണോ അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഏലക്കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ചിട്ടല്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇട്ടതിന് ശേഷം നല്ലോണം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല തിക്കായി കുറുകി വരും കേട്ടോ. അപ്പോൾ മുകളിലൊരു യെല്ലോയിഷ് കളറൊക്കെ ആയിട്ട് വരും. അങ്ങനെ നമ്മളെ കുറുകി നല്ല പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. വറവിന് വേണ്ടിയിട്ട് നെയ്യിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ബ്രൗണായി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.